തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്റർ തീപിടിച്ച സംഭവത്തിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശി സനീഷാണ് മരിച്ചത്. തീപിടുത്തത്തിന് ശേഷം വെന്റിലേറ്ററിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റിയാണ് രോഗിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. സംഭവത്തിൽ പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തി. ഒരു വെന്റിലേറ്റർ നല്ലേ എന്തായാലും ഈ സപ്പോർട്ടെല്ലാം മാറ്റിയല്ലേ ഒരു എടുത്ത് ഇങ്ങ് കൊണ്ട് ഇത്രയും ദൂരം പോകണ്ടേ. അതിൻ്റെ ഇടയിൽ ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവരും പറയുന്നില്ല, നമുക്കറിയാനും പാടില്ല. പരാതി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? പരാതിയായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം. പക്ഷേ ഇത് ഇങ്ങനെ സംഭവിച്ചു. ഇപ്പോഴും തന്നെ 4-5 പേര് മരിച്ചെന്ന് അവിടെ നിന്ന് മാറ്റിയ 4-5 പേര് ഇതുവരെ ഡെത്തായിട്ടുണ്ട്. അപ്പം ഇത് മൂലം ആണ് ഈ ഡെത്ത് സംഭവിച്ചെന്നാണ് നമ്മളെ പൂർണ്ണമായ വിശ്വാസം. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പ്രതി സന്ദീപിന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അധ്യാപകനായ ആള് ബോധപൂർവം കൊല ചെയ്യില്ലെന്നും മാനസികാവസ്ഥയിലാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഡോക്ടർ വന്ദനാദാസിനെ ചെറുകരക്കോണം സ്വദേശി സന്ദീപ് അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. വിനീഷ് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീഷ്, 2023 മെയ് 10 ഏകദേശം 3 വർഷങ്ങൾ പിന്നിടുമ്പോൾ വിധി ഇന്ന് വരുന്നു. 70-ലേറെ സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. അതിനിടയിൽ പ്രതിക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത് കോടതി തള്ളുകയും ചെയ്ത സാഹചര്യമുണ്ടായി. എന്ത് പ്രതീക്ഷിക്കണമെന്ന്? തീർച്ചയായും ഭാര്യ, വളരെ പ്രമാദമായ കേസാണ്. ഈ കേസിന്റെ വിധിയാണ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുന്നത്. കാരണം 15 മിനിറ്റ് ശേഷം കോടതിയിൽ ഇതിന്റെ വിധി പ്രസ്താവന ഉണ്ടാകും. കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദാണ് വിധി പ്രസ്താവിക്കുന്നത്. ശിക്ഷ സംബന്ധിച്ച വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. പ്രതി സന്ദീപിനെ അടക്കം കോടതി കേട്ടിരുന്നു. പ്രോസിക്യൂഷൻ ശക്തമായി ഈ കേസിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും പരമാവധി ശിക്ഷയെ വധശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ പ്രതിഭാഗം പറഞ്ഞത് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും അതുപോലെ തന്നെ ഈ പ്രായം വയോധിക, അതായത് ഈ പ്രതിയുടെ അമ്മയെ നോക്കേണ്ട ബാധ്യതയുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാട്ടിക്കുകയും ചെയ്തിരുന്നു. ഇത് നമുക്കറിയാം, 2023 മെയ് 10 ഈ കേസ് തന്നെ ഉണ്ടാകുന്നത്. ആശുപത്രിയിലെ സർജിക്കൽ കത്തിൽ ഉപയോഗിച്ചാണ് ഈ പ്രതി അക്രമം നടത്തുകയും വന്ദനാദാസിന്റെ ജീവനെടുക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാവിലെ 8:30 മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. അതുപോലെ തന്നെ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചത് 90 ദിവസത്തിനകത്ത് തന്നെയാണ്. MM ജോസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന MM ജോസിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമായിരുന്നു ഈ കേസ് അന്വേഷിച്ചതും. പരിധികൾ അടച്ചുള്ള കുറ്റപത്രമായിരുന്നു. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ 70 സാക്ഷികൾ, 22 തുണ്ടിമുതലുകൾ, 207 രേഖകൾ അടങ്ങുന്ന കുറ്റപത്രമാണ്. അതുപോലെ തന്നെ 2026 മാർച്ച് 7 ഇതിന്റെ വിചാരണ പൂർത്തിയായത്. അപ്പോൾ ഈ വിചാരണ പൂർത്തിയായി കേസിന്മേൽ, അതായത് ഈ ശിക്ഷയിന്മേലുള്ള വാദമടക്കം പൂർത്തിയായി. ഇന്നാണ് ഇത് ശിക്ഷാവിധി ഉണ്ടാവുന്നത്. ഹരി, വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് പ്രോസിക്യൂഷന്റെയും വാദം. എന്തായിരിക്കും വിധി എന്നത് കാത്തിരുന്ന് നോക്കുകയാണ് കേരള സമൂഹം ഒട്ടാകെ തന്നെ. നമ്മളൊരു ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.